ലോകത്തെമ്പാടും അരങ്ങേറുന്ന ജൂതവിരുദ്ധ പ്രവർത്തനങ്ങളെ അപലപിച്ച് ലയോ 14 പാപ്പ. സിഡ്നിയിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ സ്റ്റേറ്റ് പ്രസിഡന്റ് ഐസക് ഹെർസോഗിലുമായി ഫോണിൽ നടത്തിയ സംഭാഷണത്തിലാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോകത്തെമ്പാടും അരങ്ങേറുന്ന ജൂതവിരുദ്ധ പ്രവർത്തനങ്ങളെ അപലപിച്ച് ലയോ 14 പാപ്പ. സിഡ്നിയിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ സ്റ്റേറ്റ് പ്രസിഡന്റ് ഐസക് ഹെർസോഗിലുമായി ഫോണിൽ നടത്തിയ സംഭാഷണത്തിലാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷിക്കുവാനും ജൂതർ ഹനൂക്ക പെരുന്നാൾ ആഘോഷിക്കുവാനും തയ്യാറെടുക്കുന്ന അവസരത്തിൽ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടന്ന ജൂത സമൂഹത്തിനെതിരായുള്ള ഭീകരാക്രമണത്തിന്റെ വെളിച്ചത്തിലാണ് ഈ മൊബൈൽ ഫോൺ സംഭാഷണം നടന്നതെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. ലോകമെമ്പാടും ജൂത സമൂഹങ്ങളിലും ഭയം വിതയ്ക്കുന്ന എല്ലാത്തരം യഹൂദ വിരുദ്ധതയെയും കത്തോലിക്ക സഭ ശക്തമായി അപലപിക്കുന്നുവെന്ന് ലയോ 14 പാപ്പ ആവർത്തിച്ചു. മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ സമാധാന പ്രക്രിയകളിൽ സ്ഥിരോത്സാഹം കാണിക്കുവാനും മാനുഷിക സഹായങ്ങൾ തീവ്രമാക്കേണ്ടതിന്റെയും തുടരേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ചും പാപ്പ ഊന്നിപ്പറഞ്ഞു. ഡിസംബർ 14 ഞായറാഴ്ച സിഡ്നി ബോണ്ടി ബീച്ചിൽ നടന്ന ജൂത ഹനൂക്ക ആഘോഷത്തിനിടയിൽ നടന്ന ഭീകരാക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെടുകയും 25 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ ഇരകളായവർക്കായി പാപ്പ പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. ഈ തരത്തിലുള്ള സെമിറ്റിക് വിരുദ്ധ അക്രമങ്ങൾ നിർത്തണമെന്നും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ജൂതവിദ്വേഷം ഇല്ലാതാക്കണമെന്നും പാപ്പ വ്യക്തമാക്കി. ടെലഗ്രാം സന്ദേശത്തിലൂടെ രാജ്യത്തെ എല്ലാവർക്കും സ്വർഗത്തിന്റെ സമാധാനവും മരണമടഞ്ഞവർക്ക് അനുശോചനവും പാപ്പ രേഖപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്.